നമ്മൾ ഇന്ന് സദ്യയുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചുവന്നുള്ളി 2 എടുത്തിട്ടുണ്ട്, പച്ചക്കടുക്, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ജീരകം, 1 കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, തൈര്. ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നമ്മൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ടേസ്റ്റി മാത്രമല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന്. ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് പാകത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എത്രയാണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചാൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിൻ്റെ കൂടെ കൊടുത്തയക്കാനും നമുക്ക് നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും യൂട്യൂബിൽ നോക്കിയിട്ടല്ലേ ഉണ്ടാക്കുക. ഇപ്രാവശ്യം ഇത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കടുകിട്ട് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.